അമ്മ പകുത്തു നൽകിയ കരളുമായി ജീവിതത്തിലേക്ക് മടങ്ങിവന്ന കുഞ്ഞു ഋതികയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വഴി തെളിയുവാൻ കനിവുള്ള സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. നിർധന കുടുംബത്തിലെ അംഗമായ 8 വയസ്സുകാരി ഋതിക കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുമനസ്സുകളുടെ കനിവിൽ ഋതികയുടെ ജീവിതത്തിന് വെളിച്ചം ലഭിക്കും എന്നുതന്നെയാണ് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. കരളിൽ ഗുരുതരമായ രോഗം ബാധിച്ച് ജീവൻ തന്നെ അപകടത്തിലായതോടെയാണ് KDHP കമ്പനി പള്ളിവാസൽ എസ്റ്റേറ്റിലെ ആറ്റുകാടിലെ തോട്ടം തൊഴിലാളിയായ അമ്മ രാജേശ്വരി മകൾക്ക് കരൾ പകുത്തു നൽകുവാൻ തയ്യാറായത്. കൂലിപ്പണി ചെയ്തു വന്നിരുന്ന സെൽവകുമാറാണ് ഋതികയുടെ പിതാവ്. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായതോടെ അടുത്ത കാലത്തൊന്നും ജോലിക്ക് പോകാൻ വയ്യാത്ത നിലയിലാണ് ഋതികയുടെ മാതാവ്. 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. രണ്ടാമത്തെ മകളായ ഋതികയ്ക്ക് വേണ്ടി ഇതുവരെ 20 ലക്ഷത്തിലധികം രൂപയാണ് ചിലവായിട്ടുള്ളത്. 8 വയസ്സുകാരി ഋതിക കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. என் பேர் செல்வகுமார். எனக்கு 3 குழந்தைங்க. அதில் 2வது குழந்தை பேர் ரித்திகா. அதுக்கு லிவர் டேமேஜ் ஆயிடுச்சுன்னு சொன்னாங்க. அது லிவர் டிரான்ஸ்லேஷன் பண்ணால் தான் உயிர் பிழைக்கன்ட்டாங்க. அதனால் நாங்கள் கொச்சி ஆஸ்ட்ரா மெடிசிட்டியில் வச்சுட்டு லிவர் ட்ரான்ஸ்லேஷன் பண்ணியிருக்கோம். லிவர் கொடுத்தது வந்து ரித்தியாவோட அம்மா தான் அவங்களுக்கு லிவர் கொடுத்தது. அப்போது ஆப்ரேஷன் நல்லபடியாக முடிஞ்சு உங்களோட பழைய சகாயத்தினால தான் ஆப்ரேஷன் நல்லபடியாக முடிஞ்சு. இனி 3 மாதம் ட்ரீட்மெண்ட்டு பார்க்கணும்னு சொல்லியிருக்காங்க. அதுக்கு ஒரு நாளைக்கு 10,000 ரூபா பக்கத்தில் செலவாகுது. இன்ஜெக்ஷனு 2 பேருக்கு இன்ஜெக்ஷன் எல்லாம் காரியம் பார்த்துட்டு நாங்கள் ஒரு சின்ன ஒரு வீடு வந்து வாடகைக்கு எடுத்து தான் இருக்கோம். 3 மாதம் இங்கே ட்ரீட்மெண்ட் பார்க்குற மாதிரி. நான் ஒரு சாதாரண கூலி தொழிலாளி. எனக்கு உங்களோட சப்போர்ட்டு மீண்டும் தேவைன்னு ரொம்ப താഴ്മയോടെ കേട്ടു. കനിവുള്ള ചിലരുടെ സഹായത്തോടെയാണ് തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തി വരുന്നത്. മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ക്ലേശിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുമകളെ രക്ഷിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇപ്പോഴുള്ളത്. സുമനസ്സുകളുടെ കനിവിൽ ഋതികയുടെ ജീവിതത്തിന് വെളിച്ചം ലഭിക്കുമെന്ന് തന്നെയാണ് ഈ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.